നമ്മുടെ നാടുകളിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ചപ്പാത്തി കമ്പനിയും ടർഫും. അതേപോലെ ഇപ്പോൾ ഈയിടെയായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റമാണ് യൂസ്ഡ് ടയേഴ്സ്. ന്യൂ ടയേഴ്സിനേക്കാളും കൂടുതൽ യൂസ്ഡ് ടയർ ഷോപ്പുകളാണ് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുക. അപ്പോൾ യൂസ്ഡ് ടയർ വാങ്ങിക്കുമ്പോൾ ഒരുപാട് പേര് യൂസ്ഡ് ടയർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ എടുക്കുന്നവരുണ്ട്. യൂസ്ഡ് ടയർ വാങ്ങുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഏതൊരു ടയർ വാങ്ങി, ഏതൊരു റബ്ബറിനും അതിൻ്റെ ഒരു ലൈഫ് ഉണ്ട്. നമുക്കൊരു റബ്ബർ ഒരു ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ടയറിൻ്റെ ഒരു ലൈഫ് കിട്ടാണ്ട് എത്ര വർഷം എന്നുള്ളൊരു കാലാവധി ഉണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ അത് എത്ര നല്ല ഫുൾ കട്ട് ടയറായി കഴിഞ്ഞാലും അത് ഡാമേജ് ആയി പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ യൂസ്ഡ് ടയർ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ടയറിൻ്റെ സൈഡിൽ കറക്റ്റായിട്ട് ഏത് വർഷത്തിൽ മാനുഫാക്ചർ ചെയ്ത ടയറാണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ടയർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 21, 23 അത് 23ാമത്തെ വർഷം 2023 വർഷത്തിൽ 21ാമത്തെ ആഴ്ചയിൽ പിന്നെ ഈ ടയർ മാനുഫാക്ചർ ചെയ്താണെന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ടും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2023 ആയതുകൊണ്ട് അധികം പഴക്കമായിട്ടില്ല, അതുകൊണ്ട് ഈ ടയറിന് വലിയൊരു ഡാമേജും കാര്യങ്ങളൊന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതൊരു 5 കൊല്ലം മുമ്പത്തെ, അല്ലെങ്കിൽ 7, 8, 9 കൊല്ലം മുമ്പത്തെ, 10 വർഷം മുമ്പത്തൊക്കെ ടയേഴ്സ്, ഫുൾ കട്ട് ടയേഴ്സ് മാത്രങ്ങൾ കണ്ടിട്ട് അത് റോഡിലേക്ക്, ആ റബ്ബർ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ റോഡിൻ്റെ ചൂടും ഈ ഒരു റബ്ബറും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടയർ ഡാമേജായി ബെൻഡായി പോകും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ടയേഴ്സ് വാങ്ങുന്ന സമയത്ത് യൂസ്ഡ് ടയറൊക്കെ വാങ്ങുന്നതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, വാങ്ങിക്കാം, നമുക്ക് പൈസയ്ക്ക് ലാഭമുള്ള കാര്യമാണ്. പക്ഷേ വാങ്ങിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇയർ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങിച്ചാൽ മതി എന്നുള്ള ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ട് 2 കിടിലൻ വാഹനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താണ്ട്, അതും ഓട്ടോമാറ്റിക്കിൽ വരുന്നൊരു വാഹനം, ഡീസൽ എഞ്ചിനുള്ള ചെറിയ ബഡ്ജറ്റിൽ വരുന്ന വാഹനങ്ങളാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. 2011 മോഡൽ നിൽക്കുന്ന ഹ്യുണ്ടായിൻ്റെ ഐ10 സ്പോർട്സ് ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ വരുന്ന വാഹനം. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നിരന്തരമായിട്ട് ചെറിയ ബഡ്ജറ്റിൽ 2 വീലർ നിന്ന് 4 വീലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് വാഹനങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം സോൾഡ് ഔട്ടായി. ഇത് പുതിയതായിട്ടൊരു സ്റ്റോക്ക് വന്നാണ് 2011 മോഡൽ നിൽക്കുന്ന സ്പോർട്സ് ഐ10 ഓട്ടോമാറ്റിക് 80 ഗിയർ ബോക്സ് എന്ന വാഹനം. 2 വീലർ ഉള്ളവരൊക്കെ നമുക്ക് 4 വീലേക്ക് അപ്ഗ്രേഡ് ചെയ്യിക്കുക എന്നുള്ള, അതും ഡ്രൈവിംഗ് അറിയാത്തവരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമുക്കിനിയുള്ളത്. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ, ഒട്ടനവധി വാഹനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വാഹനം സ്പോർട്സ് എന്ന പേരിൻ്റെയാണ്, അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു 2 വീലറിന് 4 വീലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള വാഹനം, ഡ്രൈവിംഗ് അറിയാത്തവർക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയൊരു വാഹനം കൂടിയാണിത്. കാപ്പ എഞ്ചിൻ 1.2 ലിറ്ററിൽ വരുന്ന എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനകത്തും കിട്ടുന്നതാണ്. മാത്രമല്ല ഈ ഒരു വാഹനം നിങ്ങൾ ഒരു കയറ്റത്തിലൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പുറകോട്ട് ഇറങ്ങി പോകുന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളോ ആദ്യമൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സുഖമായിട്ട് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഈ ഒരു ഹ്യുണ്ടായിൻ്റെ ഓട്ടോമാറ്റിക് ഐ10 എന്നുള്ള സ്പോർട്സ് വേണ്ടിയുള്ള 80 ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കും വെറും 2,15,000 രൂപക്ക്. ഇനി മറ്റൊരു ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന റിഡ്സ് കിടക്കുന്നുണ്ട്. അതും 2010 മോഡൽ നിൽക്കുന്ന റിഡ്സ് വീഡ് എന്ന നല്ല അടിപൊളി ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള KL 414 നമ്മുടെ കാസർഗോഡ് രജിസ്ട്രേഷനിൽ നല്ല കോഫി ബ്രൗൺ കളർ, നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന സീറ്റോറും കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഒരു അടിപൊളി വാഹനം. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 1,85,000 രൂപയ്ക്ക്. ഡീസൽ എഞ്ചിൽ ഒരു 18-20 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ 2 വാഹനങ്ങളും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതുപോലത്തെ ഒട്ടനവധി വാഹനങ്ങളുടെ കളക്ഷൻസ് ഞങ്ങളുടെ പക്കലുണ്ട്. അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ചെറുതും വലുതുമായിട്ട് വാഹനങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ റെഗുലറായി ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.